ഓൾ, ഞാനിന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ലോ ഓഫ് അട്രാക്ഷനിലൂടെ, അതായത് ആകർഷണ നിയമത്തിലൂടെ നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ അത് നമ്മുടെ ഒരു ഡ്രീം ഗോളാവാം. അത് നമ്മളിലേക്ക് എങ്ങനെ നമ്മളിലേക്ക് ആകർഷിച്ചെടുക്കുന്ന 3 ഘട്ടങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് ഈ 3 ഘട്ടങ്ങളും. അതായത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു രസകരമായൊരു ഗെയിം പോലെയാണ് നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നത്. 3 ഘട്ടങ്ങളിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് സൃഷ്ടിക്കാൻ സഹായിക്കുന്ന വളരെ ലളിതമായൊരു മാർഗരേഖയാണിത്. ഒന്നാമത്തെ ഘട്ടം, അതായത് ആവശ്യപ്പെടുക. ആദ്യ ഘട്ടം ആവശ്യപ്പെടുക എന്നതാണ്. പ്രപഞ്ചത്തോട് കൽപ്പിക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് പ്രപഞ്ചം അറിയട്ടെ. പ്രപഞ്ചം നിങ്ങളുടെ ചിന്തകളോട് പ്രതികരിക്കും. നിങ്ങൾ വാസ്തവത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്കൊരു വീടാകാം, അല്ലെങ്കിൽ ഒരു കാറാകാം, അല്ലെങ്കിൽ ഒരു ബന്ധമാകാം. എന്തും. ഒരു തുണ്ട് കടലാസ് എടുത്ത് അതിൽ നിങ്ങൾ എഴുതുക. വർത്തമാന കാലത്തിൽ എഴുതുക. നിങ്ങൾ തുടങ്ങുന്നത് ഇങ്ങനെയാവണം: ആകയാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, നന്ദിയുണ്ട് എന്നിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ ജീവിതം എല്ലാ മേഖലകളിലും എന്തായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് വിശദീകരിച്ച് എഴുതുക. വേണ്ടത് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം തീരുമാനിക്കാം. പക്ഷെ അതെന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തതയുണ്ടാകണം. അത് നിങ്ങളുടെ ജോലിയാണ്. നിങ്ങൾക്ക് വ്യക്തതയില്ലെങ്കിൽ ആകർഷണ നിയമത്തിന് അത് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. നിങ്ങൾ സമ്മിശ്ര തരംഗങ്ങളായിരിക്കും പുറപ്പെടുവിക്കുക. അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതും സമ്മിശ്ര ഫലങ്ങളായിരിക്കും. ജീവിതത്തിൽ ഒരു പക്ഷേ ഇത് ആദ്യമായിട്ടായിരിക്കാം ശരിക്കും നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വ്യക്തമായി നിശ്ചയിക്കണം. അത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തും നേടാം, ആയിത്തീരാം, ചെയ്യാം. ഒരു പരിമിതിയും അതിനില്ല. എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? സൃഷ്ടി പ്രക്രിയയിലെ ആദ്യപടി ചോദിക്കുക, ആവശ്യപ്പെടുക എന്നതാണ്. അതുകൊണ്ട് ആവശ്യപ്പെടുന്നത് ഒരു ശീലമാക്കി മാറ്റുക. ഏത് വഴി തിരഞ്ഞെടുക്കണമെന്ന് ഉറപ്പില്ലെങ്കിൽ ചോദിക്കുക. ജീവിതത്തിൽ ഒരിക്കലും എവിടെയും തട്ടിത്തടഞ്ഞു നിൽക്കരുത്. നിങ്ങൾ ചോദിക്കുക തന്നെ വേണം. ഇത് ശരിക്കും ഒരു രസമാണ്. പ്രപഞ്ചം നിങ്ങളുടെ കയ്യിലൊരു കാറ്റലോഗ് പോലെയാണ്. അതിൻ്റെ താളുകൾ മറിച്ചു നോക്കി നിങ്ങൾ പറയുന്നു, എനിക്ക് ഈ അനുഭവം വേണം, എനിക്ക് ഈ ഉൽപ്പന്നം എനിക്ക് വേണം, ഇതുപോലൊരു വ്യക്തിയാണ് എനിക്ക് വേണ്ടത്. നിങ്ങൾ പ്രപഞ്ചത്തിൽ ഓർഡർ ചെയ്യുകയാണ്. വാസ്തവത്തിൽ അത് എത്ര എളുപ്പമാണ്. വീണ്ടും വീണ്ടും ചോദിക്കേണ്ട കാര്യമില്ല. ഒരിക്കൽ ആവശ്യപ്പെട്ടാൽ മതി. കാറ്റലോഗ് നോക്കി ഓർഡർ കൊടുക്കുന്നത് പോലെ തന്നെയാണ്. അതായത് നമ്മളൊരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ഓർഡർ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുന്നത് പോലെ. ഒരു ഓർഡർ ഒരിക്കലല്ലേ കൊടുക്കുകയുള്ളൂ. ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞ് പിന്നെ അത് ശരിക്കും അവിടെ കിട്ടിയോ എന്ന് സംശയം തോന്നി പിന്നെയും ഓർഡർ അയച്ചുകൊണ്ടേയിരിക്കില്ലല്ലോ. ഒരൊറ്റ തവണ ഓർഡർ ചെയ്യുന്നു, അത്രയോ വേണ്ടൂ. സൃഷ്ടി പ്രക്രിയയും അതുപോലെ തന്നെയാണ്. ആദ്യപടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വ്യക്തമാകുന്ന ഘട്ടമാണ്. നിങ്ങൾക്ക് മനസ്സിൽ വ്യക്തത കിട്ടിയാൽ നിങ്ങളത് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. രണ്ടാമത്തെ ഘട്ടം, നിങ്ങൾ വിശ്വസിക്കുക. അതായത് നിങ്ങൾ ആവശ്യപ്പെട്ട ഈ കാര്യം നിങ്ങൾ മനസ്സിൽ ഉറച്ച് വിശ്വസിക്കുക. രണ്ടാമത്തെ പടി വിശ്വസിക്കുക എന്നാണ്. നിങ്ങൾ ആഗ്രഹിച്ചത് കിട്ടിയെന്ന് തന്നെ നിങ്ങൾ സ്വയം വിശ്വസിക്കണം. പതറാത്ത വിശ്വാസം എന്നാണ് അതിനെ വിളിക്കുക. അതുണ്ടാവണം. അമൂർത്തമായതിനെ വിശ്വസിച്ചേ പറ്റൂ. നിങ്ങൾക്കത് ലഭിച്ചു കഴിഞ്ഞെന്ന് വിശ്വസിക്കണം. ചോദിച്ച മാത്രയിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളുടേതായെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തികച്ചും പൂർണ്ണമായ ഉറച്ച വിശ്വാസം ഉണ്ടാകണം. കാറ്റലോഗിൽ നിന്ന് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടുമെന്ന ബോധ്യത്തോടെ സമാധാനമായി സാധാരണ പോലെ ജീവിതം തുടരുക. നിങ്ങൾ ആഗ്രഹിച്ച വസ്തു നിങ്ങളുടേതായി എന്ന് കണക്കാക്കുക. നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ അത് നിങ്ങളുടെ പക്കൽ തന്നെ ഉണ്ടാകും. അത് വരട്ടെ, അതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കാതിരിക്കുക. എനിക്കതില്ലല്ലോ എന്ന് ചിന്തിക്കാതിരിക്കുക. അത് നിങ്ങളുടേതാണ്, നിങ്ങൾക്ക് സ്വന്തമാണ്. അത് നിങ്ങളുടെ കൈവശം തന്നെ ഉണ്ട് എന്ന് നിങ്ങൾ സ്വയം ഉറച്ച് വിശ്വസിക്കുക. രണ്ടാമത്തെ ഘട്ടം, ഉറച്ചു വിശ്വസിക്കുക. അതായത് നമ്മൾ നമ്മളിൽ തന്നെ വിശ്വസിക്കുക, യൂണിവേഴ്സിൽ വിശ്വസിക്കുക, പ്രപഞ്ച ശക്തിയിൽ വിശ്വസിക്കുക. മൂന്നാമത്തെ ഘട്ടം, അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവുക. ഈ പ്രക്രിയയിലെ മൂന്നാമത്തെയും അവസാനത്തെയുമായ ഘട്ടമാണ് സ്വീകരിക്കൽ, അതായത് റിസീവ്. മനസ്സിൽ സന്തോഷം നിറയണം. ആഗ്രഹിച്ചത് കയ്യിൽ എത്തിയാൽ എത്രത്തോളം സന്തോഷിക്കുമോ അത്രയും നിങ്ങൾ സന്തോഷിക്കണം. ആ വികാരം ഇപ്പോൾ തന്നെ നിങ്ങൾ ഫീൽ ചെയ്യണം. ഈ പ്രക്രിയയിൽ നല്ല മാനസികാവസ്ഥയുണ്ടാകുക, സന്തോഷം തോന്നുക എന്നത് ഒരു സുപ്രധാന ഘട്ടമാണ്. മനസ്സിൽ സുഖം തോന്നുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ തരംഗദൈർഘ്യത്തിലേക്ക് കൊണ്ടെത്തിക്കും. ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പറയാം. ഒരു തവണ ആവശ്യപ്പെടുക. അത് രണ്ടാമത്തെ ഘട്ടം, അത് ലഭിച്ചു എന്ന് വിശ്വസിക്കുക. പിന്നെ അത് സ്വീകരിക്കാൻ മറ്റൊന്നും വേണ്ട. നിങ്ങൾക്ക് സുഖാനുഭൂതി തോന്നിയാൽ മാത്രം മതി. ആ സുഖാനുഭൂതി
അനുഭവപ്പെട്ടാൽ നിങ്ങൾ ആ തരംഗ ദൈർഘ്യങ്ങളുടെ ഒപ്പം എത്തിയെന്ന് വിശ്വസിക്കുക. ഇനി നിങ്ങൾ ആഗ്രഹിച്ചത്, ആവശ്യപ്പെട്ടത് നിങ്ങളിൽ എത്തിച്ചേരും. നിങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെടുന്നത് അത് നിങ്ങൾക്ക് സുഖവും സന്തോഷവും നൽകുമെന്നത് കൊണ്ടാണല്ലോ. അതിനാൽ സുഖാനുഭവത്തിൻ്റെ തരംഗ ദൈർഘ്യത്തിലേക്ക് സ്വയം നിങ്ങളെ ഉയർത്തുക. അതായത് ആ ഫീലിങ്ങിൽ നമ്മൾക്കത് ലഭിച്ചു കഴിഞ്ഞു, അത് നമ്മളുടേതായി കഴിഞ്ഞു എന്ന ഫീലിങ്ങിൽ നമ്മൾ നടക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം തന്നെ ലഭ്യമാകും. ആ തരംഗദൈർഘ്യത്തിൽ എത്താൻ ഒരു എളുപ്പവഴി ഇതാണ്: എനിക്ക് ഇതാ ലഭിക്കുന്നു, ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും എനിക്കിപ്പോൾ കിട്ടുന്നു. എനിക്കിപ്പോൾ, അതായത് നിങ്ങളുടെ മോഹം എന്താണോ അത് ചേർക്കുക. ലഭിച്ചിരിക്കുന്നു എന്ന് സ്വയം മനസ്സിൽ പറയുക. ആ വികാരം നിങ്ങൾ അനുഭവിക്കുക. യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എങ്ങനെയോ അത് തന്നെ അനുഭവിക്കുക. ആ ബ്രഹ്മവിഭാവനയെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്നതോട് നിങ്ങൾ കൂടുതൽ വലിയ വലിയ വിഭാവനകൾ നിർമ്മിക്കാവുന്ന സ്ഥിതിയിൽ എത്തുന്നു. അതാണ് ഒരു സൃഷ്ടി പ്രക്രിയ. വിശ്വാസത്തോടെ നീ ഏതൊന്നിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അത് നിനക്ക് ലഭിച്ചു തന്നെയിരിക്കും. ഈ 3 ഘട്ടങ്ങളാണ് നമ്മുടെ ആകർഷണ നിയമത്തിൽ നമ്മൾ പ്രയോഗിക്കേണ്ടത്. അത് നമ്മൾ ആദ്യം വലിയ വലിയ ഡ്രീംസ് എഴുതുന്നതിന് പകരം ചെറിയ ചെറിയ ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ആവശ്യം ഈ പറഞ്ഞ പ്രക്രിയയിലൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്കത് ലഭിച്ചിരിക്കുന്ന ഒരു സംശയവും വേണ്ട. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. എല്ലാവർക്കും ഒരുപാട് സന്തോഷവും ഐശ്വര്യങ്ങൾ നേർന്നുകൊണ്ട് ബൈ ബൈ, ടേക്ക് കെയർ.